ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ മുന്തിരിക്കൊത്ത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുപയർ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഏകദേശം 3 ആഴ്ച വരെ ഇത് കേടാകാതിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറുപയറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 3 ആഴ്ച വരെ കേടാകാതിരിക്കുന്ന പലഹാരമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു ടവലിലിട്ടിട്ട് തുടച്ചെടുത്തതാണിത്. പയർ കുതിർത്തൊന്നും എടുക്കണ്ട, വെള്ളം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. ഒട്ടും വെള്ളം നനവ് കാണരുത്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാൻ എടുക്കുക. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ കൂട്ടിയിടരുത്, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന വരെ വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാ ചെറുപയറും ഒരുപോലെ വറുന്ന് കിട്ടുള്ളൂ. നമ്മളിത് പിന്നെ വേവിച്ചൊന്നും എടുക്കില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറി കിട്ടണം. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക, ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി തേങ്ങ വറുത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ തേങ്ങ ഒന്ന് ബ്രൗൺ നിറമായി വരുന്ന വരെ വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ മുന്തിരിക്കൊത്ത് കുറേ നാൾ കേടാകാതിരിക്കുള്ളൂ. കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതാ ഈ കളറാകുന്ന വരെ വറുത്തെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി കാച്ചിയെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ശർക്കര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലെ കരടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചെറുപയർ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. റവയൊക്കെ ഇല്ലേ, അതുപോലെ പൊടിച്ചെടുക്കാം. നല്ല നൈസായി പോവണ്ട. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് 6 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. തേങ്ങ പൊടിച്ചത് പയറിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശർക്കരപ്പാനി തണുത്ത് പോയിട്ടില്ല, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കൈകൊണ്ട് തൊടാൻ കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ ശർക്കരപ്പാനിയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനി കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം കൂടി പോവരുത്. നമ്മൾ ഈ എള്ളുണ്ടയൊക്കെ ഉരുട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. മൊത്തം ശർക്കരപ്പാനി ആദ്യമേ എടുത്ത് ഒഴിക്കരുത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി വേണം എടുക്കാൻ. ഏകദേശം എള്ളുണ്ടയുടെയൊക്കെ വലിപ്പത്തിന് ഉരുട്ടിയെടുക്കുക, വലുതായി പോവരുത്. അപ്പോൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ കലക്കി എടുത്തിട്ട് ഓരോന്നായിട്ട് മുക്കി പൊരിക്കുമ്പോൾ അതിൽ നേരെ കോട്ടായി വരില്ല. സാധാരണ മുന്തിരിക്കൊത്ത് അരിപ്പൊടിയിൽ മാത്രം മുക്കിയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലപോലെ കോട്ടായി വരാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല. ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന ഭാഗം കട്ടായി പോയിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കാൻ മറന്നു പോവരുത്. ഉപ്പ് കൂടി പോവരുത്, ചെറുതായിട്ടൊന്ന് ഉപ്പ് തോന്നിയാൽ മതി. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ പലഹാരം ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ടേസ്റ്റ്.
തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ ആയി വരണം. താഴ്ഭാഗവും വെന്ത് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. 3 ആഴ്ച വരെ ഇത് കേടാകാതിരിക്കും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ചെറുപയറൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാടൻ പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.